ഹായ്. അങ്ങനെ നമ്മൾ കട്ടപ്പനയിലെ ഒരു ടൂറ് പോകുന്ന കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കട്ടപ്പന ആ ഒരു റിസോർട്ടിൽ വന്നു. സത്യം പറഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് ഇല്ലായിരുന്നു, കാരണം അങ്ങനെ ഒരു വൈബായിരുന്നു. പക്ഷെ ഇപ്പം എടുക്കാൻ സമയമായപ്പോഴത്തേനും ഇവിടെ മൊത്തം കോട നിറഞ്ഞ് ഭയങ്കര കോടയായിപ്പോയി. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ നാളെയും കൂടെ ഉണ്ട്. വൈബെന്ന് പറഞ്ഞാൽ അംബാനി വൈബ്, വേറെ ലെവൽ സാധനം. എൻ്റെ ബാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എനിക്കൊന്ന് കോട കയറിയോണ്ട് ഒന്നും കാണാൻ വയ്യ, നമ്മുടെ പ്രോപ്പർട്ടി പോലും ഒന്നും കാണാൻ വയ്യ. പക്ഷേ അന്യായം മാമാ, അന്യായം. ഞാൻ അണയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, ഞങ്ങളിൽ പിള്ളേർ ചാടി കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ജമ്പ് ചെയ്ത് പൊങ്ങുന്നത്. അവിടെ ഞങ്ങളെല്ലാവരും കൂടെ ചാടി കളിച്ചതാണ്. പിന്നെ ശ്വാസം എടുക്കാൻ വയ്യ. ഒന്നാമത്തെ കാര്യം ആറ്റിറ്റ്യൂഡാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ആയപ്പോഴത്തേനും ശ്വാസം മുട്ടൽ. അപ്പം ഞാൻ പ്രോപ്പർട്ടി ഒന്ന് കാണിച്ചു തരാം. ഞെട്ടാൻ തയ്യാറായിക്കോ. ഞെട്ടാൻ തയ്യാറാണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഇവിടെ ഇപ്പം മൊത്തം കോട കയറി. ഇത് അവരുടെ ഒരു ഇതാണ്. നമ്മൾ വന്നത് ജീപ്പിനകത്താണ്. ഇതിനകത്ത് 3 കിലോമീറ്റർ ജീപ്പ് സഫാരിയാണ്. ജീപ്പ് സഫാരിക്കകത്ത് തന്നെ 3 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററാണ്. അത് എന്താ പറയുക, അത് വേറൊരു ലെവൽ ജീപ്പ് സഫാരി ആയിരുന്നു. ഞാനേ സത്യം പറഞ്ഞാൽ ഈ കോടയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ താഴോട്ടൊക്കെ കാണിച്ചു തരാമായിരുന്നു. അപ്പം അങ്ങോട്ട് നോക്കിയാൽ ഫുൾ കോടയാണ്. പക്ഷെ അവിടെയൊക്കെ നല്ല കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയത്തില്ലേ, കണ്ട് തന്നെ മനസ്സിലാക്കണമെന്ന്. ഇവന്മാരെ അറിയാവോ? ഇവന്മാരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാം ഇത് എന്താന്ന്. കണ്ടോ? നോട്ടം കണ്ടോ? എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ചിലവർ പറയും യമു, ചിലവർ പറയും ഒട്ടകപ്പക്ഷി. എന്നാൽ ഇത് ഒട്ടകപ്പക്ഷിയാണ്, യമു അല്ല. ഇത് യമു അല്ല, ഇത് ഒട്ടകപ്പക്ഷിയാണ്. എന്നാ അവൻ്റെ ഒരു എടുപ്പ് നോക്കേ. ഉണ്ടോ? ഇതവരുടെ ഒരു ഫാമിനകത്തുള്ളതാണ്. നല്ല സ്മെല്ലുണ്ട് ഇവിടെ. കാരണം ഒന്നാമത്തെ ഈ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മഴ ബേസ്ഡ് സെറ്റപ്പായിരിക്കും. അപ്പം അവൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നോക്കി കലിപ്പിക്കുന്നുണ്ട്. കണ്ടോ? നോട്ടം കണ്ടോ? കലിപ്പ് നോട്ടമാണ്. കണ്ടോ? വേറൊരെണ്ണം വന്നു. കണ്ടോ? കലിപ്പ് നോട്ടം കണ്ടോ? ഒയ്യോ കലിപ്പ് നോട്ടമാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മെയിൻ ഇതൊന്നുമല്ല, ഹൈലൈറ്റ് ഇതൊന്നുമല്ല. ഇതിൻ്റെ ഹൈലൈറ്റാണ് ഹൈലൈറ്റ് എന്ന് പറയത്തില്ല. ഇതാണ് അതിൻ്റെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോട മഞ്ഞിൻ ഹോഹോയ്, താഴ്വരയിൽ ഹോഹോയ് എന്ന് പറയുന്ന കണക്ക. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വേറൊരു വഴിയാണ്. കണ്ടോ? സത്യം പറഞ്ഞാൽ വന്നപ്പം വീഡിയോ എടുക്കണമായിരുന്നു. പക്ഷെ വന്നപ്പോഴത്തേനും വൈബ് കൂടിപ്പോയി, അണയ്ക്കുന്നു. എൻജോയ് ചെയ്ത് തകർത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ രീതിയിലുള്ള പെട്ടെന്നാണ്. പക്ഷേ ഇവിടെ കോട വരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, അങ്ങോട്ട് കുറേ ഏക്കർ കണക്കിനുണ്ട്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് പ്രോപ്പർട്ടി. സത്യം പറഞ്ഞാൽ അണയ്ക്കുന്ന എനിക്ക് വേണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, എൻജോയ് ചെയ്തെന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. സാധാരണ പിള്ളേർ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ എല്ലാം മുതുക്കന്മാരായിരുന്നു. ഇതാണ് കോട. സത്യം പറഞ്ഞാൽ താഴെയൊക്കെ നല്ല സീനറിയാണ്.
ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം കോട കയറിപ്പോയി. താഴോട്ട് ഒരു വലിയൊരു ഗ്രാമം. പക്ഷേ ഇത് കണ്ടോ, ആ ഇതൊരു വലിയൊരു ഗ്രാമം. ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. അപ്പം ഇത് കുളമാണ്. കുളമല്ല, ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ്. പക്ഷേ ഇതാ ഇവിടെ നിന്നുള്ള വൈബ് നോക്കെ വേറെ ലെവൽ, അംബാനി വൈബ് എന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ ഇതെല്ലാം കോട കയറിപ്പോയി. കോട കയറിയോണ്ട് ഇതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങളെ. പക്ഷേ ഇവിടെ എല്ലാം കോടയായിപ്പോയി. അവിടെ സ്വിമ്മിംഗ് പൂള് ഒന്ന് വൈബ്, ഞാൻ ഒരു സൈഡ് വെച്ച് കാണിച്ചു തരാം വൈബ്. സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു വൈബ് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കെ. ഇവിടുന്ന് കുളിച്ച് എത്തി നോക്കുന്നത് അംബാനി വൈബിലേക്ക്. എൻ്റെ പൊന്നടാവ്, ഇത് എന്നാ വൈബാ. ഞാൻ വരാം ഇടയ്ക്ക്. ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കാനാണല്ലോ വന്നത്. പക്ഷേ ഇപ്പോൾ സമയം 3 മണിയായുള്ളൂ. ഉച്ച സമയം 3 മണിക്കാണ്. നോക്കേ അവസ്ഥ നോക്കേ, അവസ്ഥ എൻ്റെ പൊന്നെ, അവസ്ഥ നോക്കേ. പക്ഷെ വേറെ ലെവലല്ലേ. അപ്പം ഞാൻ വേറെ കുറച്ച് വീഡിയോസുമായിട്ട് തൽക്കാലമല്ല ഞാൻ വരാം. ഞാൻ ഇതിപ്പോൾ ക്ലോസ് ചെയ്യണം. ഓക്കെ. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഒരു രക്ഷയില്ലാത്ത വൈബ്. സത്യം പറഞ്ഞ എന്റെ കാലും കയ്യൊക്കെ തണുക്കുവോ. ഈ കാണുന്നത് പുകയല്ല, കോടയാണ് കോട. വരൂ എന്റെ കൂടെ. വൈബ് ഇത് കുഴി, ഇത് ഇത് വെള്ളമല്ല, ഐസ് ക്യൂബ് ഇട്ടേക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ കുഞ്ഞു വരുന്ന നമ്മുടെ പയ്യന്മാരെല്ലാം അടിച്ച് പൊളിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ അടിച്ച് പൊളിക്കുകയാണ്. വൈബ് ഏത് മൂഡ്, വൈബ് മൂഡ്, ഏത് മൂഡ്, ഓണം മൂഡ് എന്ന് പറയാനാണ്. ഏത് മൂഡ്, ചില്ല് മൂഡ്. സമയം 5 മണി. 5 മണിയുടെ ഇവിടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കെ. ഇതാ നമ്മൾ നിൽക്കുന്ന കോട്ടേജ്. എൻ്റെ അമ്മു, ഇവിടെ പോയിക്കുക. ഇവിടെ ബ്ലോവർ അടിച്ചട്ടെ നമ്മുടെ കനല് സെറ്റ് ചെയ്യുക. അത് വേറെ ലെവല്. ഇതാണ് ഇവിടുത്തെ വൈബ്. എൻ്റെ സ്ക്രീൻ ബ്ലറായിട്ടല്ല, ഇതാ സിമ്പിൾ ഉദാഹരണം കണ്ടോ. അവിടെ നമ്മൾ ഗ്രില്ലടിച്ച് കോഴിയൊക്കെ സെറ്റ് ചെയ്ത സ്ഥലമാണ്. അതിൻ്റെ കോഴിയുടെ കുറച്ച് പീസുകൾ കാണിച്ചു തരാം. ഇവിടുത്തെ രാത്രിത്തെ വൈബ്. രാത്രി ആയില്ല, 7 മണി ആയതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ വൈബ്. പിന്നെ ഇതാണ് സ്ഥലം. നമ്മൾ ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് നമ്മൾ ലീസിനെടുത്ത്, എന്താ പറയുന്നത് എനിക്കറിയാം, ഫുള്ളായിട്ട് മേടിച്ചു. നമ്മൾ 11 പേര്. അകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത്. പക്ഷേ ഭയങ്കര കോടയായിപ്പോയി. നമ്മൾ റൂമെല്ലാം കംപ്ലീറ്റ് നമ്മൾ മേടിച്ചതാണ്. മേടിക്കാന്നല്ല, എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് ഒരു റൂമ്. പിന്നെ ഇത് എൻ്റെ റൂമാണ്. അത് ഇവിടെ ഒരു പുള്ളിക്കാരനുണ്ട്. പിന്നെ അതിൻ്റെ അപ്പർ ഉണ്ട്. 3 പേരാണ് റൂമിൽ. അപ്പം അവിടെ ഒരു ഇതുണ്ട്. പിന്നെ അല്ലാതെ നടന്നു പോയ മറ്റേ
മഞ്ഞടിച്ച് താണ്ട് ഗുഹാന്തരം ഒരുപാട് റൂമുണ്ട്. താണ്ട് ഇവിടെ ഒരു റൂമാണ്, ഇത് വേറെ റൂമാണ്. അമ്മരെല്ലാം അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക പാട്ടൊക്കെ പാടി. നിങ്ങളുടെ അടുത്ത് എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അമ്മരെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ഗുണാണ്ട്ര ആ നിൽക്കുന്നത്, എല്ലാം വീശിച്ചുണ്ട് മെയിൻ ഗുണാണ്ട്ര. Hey!